ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരിയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. മക്കയിൽ സമാപിച്ച അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അസരി മക്കയിലെത്തിയത്. തുടർന്ന് അവിടെ നിന്നിപ്പോൾ യു എയിലേക്ക് മടങ്ങുകയായിരുന്നു. ഏതായാലും ആ സമ്മേളനവും അതോടൊപ്പം തന്നെ കേരളവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പങ്കുവെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും സന്തോഷം. കേരളത്തിൽ നിന്ന് 2 പേരാണ് പണ്ഡിതന്മാരായിട്ട് ഈ അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഒന്ന് ഡോക്ടർ ഹുസൈൻ മടവൂരാണ്, മറ്റൊന്ന് അബ്ദുൽ ഹക്കീം അസരിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പൊതു താല്പര്യം എന്നത് എല്ലാ വിഭാഗീയതകളും ഭിന്നതകളും മറന്നുകൊണ്ട് ഒരു മുസ്ലിം ലോകത്തിൻ്റെ ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നൊരു ആഹ്വാനമാണ് ആ സമ്മേളനം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ സമ്മേളനം, മറ്റു കാര്യങ്ങൾ? ഈ റാബിത്ത അൽ ആലമിൽ ഇസ്ലാമി മുസ്ലിം വേൾഡ് ലീഗിൻ്റെ ഒരു ക്ഷണം ലഭിച്ചത് സമ്മേളനത്തിൻ്റെ ഒരാഴ്ച മുമ്പായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വേറെ ജമിയത്തുൽ ഉലമായെ ഹിന്ദിൻ്റെ ഡൽഹിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി മാത്രമാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്തോനേഷ്യ, ചെച്നിയ, ഈജിപ്ത് തുടങ്ങി ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു. സൗദി അറേബ്യ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിലെ ഒരു പ്രത്യേകമായ ചിന്താഗതിക്കാരുടെ നാടാണ്. മറ്റുള്ളവർക്കൊന്നും അവിടെ ഒരു അവകാശവും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ആ നാടുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഒരു പ്രചാരണത്തിന് ഒരു തികഞ്ഞ ഒരു മാറ്റമായിരുന്നു ഈ സമ്മേളനം എന്ന് പറയാം. ഇപ്പോൾ ഈ മദ്ഹബുകളൊക്കെ നിലനിൽക്കെ തന്നെ ഇതൊക്കെയും നിലനിൽക്കുമ്പോൾ ആ വ്യത്യസ്തതകളൊക്കെ ഉൾക്കൊള്ളാൻ ഇസ്ലാമിന് കഴിയുന്നുണ്ട്. അപ്പോൾ അതേ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലത്തൊക്കെ വല്ലാത്തൊരു കുടുസായിട്ട് മതസംഘടനകൾ മാറിയ ഒരു അവസ്ഥകളുണ്ടായിരുന്നു. കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അതീതമായിട്ട് ഒരു ഐക്യം വേണമെന്നൊരു സന്ദേശം കൂടിയാണോ ഈ സമ്മേളനം പ്രധാനമായിട്ടും? ഇത് പ്രധാനമായും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്നിപ്പും, ഇപ്പോൾ പാലസ്തീൻ പോലുള്ള പ്രശ്നങ്ങളിലൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായി വരേണ്ട ഒരു ആശയപ്പൊരുത്തത്തെക്കുറിച്ചാണ് പ്രധാനമായും ഇതിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സുന്നി ഐക്യത്തിന് വേണ്ടി ഇടക്കാലത്ത് കുറേ നല്ല നീക്കങ്ങൾ നടന്നിരുന്നു. ഒരു വിശാല ഐക്യത്തിലേക്ക് അത് പോകണം എന്നൊക്കെ. എന്താണ് നിലവിലുള്ള അതിൻ്റെ ഒരു അവസ്ഥ? അതെ, കേരളത്തിൽ ഈ ഇരു സമസ്തകളും യോജിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, സമസ്ത യോജിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആശയപരമായി 2 സമസ്തകളും ഒരേ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേതൃത്വവും ജനങ്ങളും ഒരേ മനസ്സിലാണ് ഇന്നുള്ളത്. ഈ സമസ്തകളെ 2നെയും യോജിപ്പിക്കാൻ പുറത്തുനിന്നുള്ള ഏതോ ഒരു കണ്ണി ആവശ്യമുണ്ട് എന്നുള്ള ഒരു സൂചന ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് ചില ആളുകൾ മുൻകൈ എടുക്കേണ്ടതുണ്ടെന്നാണ്. അതിനവർക്ക് എന്തോ തടസ്സങ്ങളുണ്ട്. അതാണ് ഈ ഒരു ഐക്യത്തിന് ഇന്ന് തടസ്സമായി നിൽക്കുന്നതുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു സമയം മാത്രമാണ് അതിൽ പ്രശ്നം. ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിലുണ്ട്. സമസ്ത യോജിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് നഷ്ടമായിരിക്കുമെന്ന് ഒരു തെറ്റിദ്ധാരണ ഏതോ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അത് യഥാർത്ഥത്തിൽ അവർക്ക് ഗുണമായിരിക്കും എന്നതാണ് സത്യം. അതെ, നിലവിലുള്ള അവസ്ഥയിൽ ചിലപ്പോൾ കൂടുതലായിട്ട് ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാനായിരിക്കണം അത് ഉതകേണ്ടത്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ 95% സുന്നികളാണല്ലോ. അപ്പോൾ ഇരു സമസ്തയും യോജിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ 90% മുസ്ലിങ്ങളും യോജിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായ വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്താതെ ആശയപരമായ കാര്യങ്ങളെ മാത്രം ഉൾക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ യോജിക്കുക എന്ന നിലക്ക് നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും അവർ തമ്മിലുള്ള പരസ്പരം ബന്ധങ്ങളും എല്ലാം ഇന്ന് നമ്മൾ കാണുമ്പോഴും, മാത്രമല്ല ഇരു സ്റ്റേജുകളിൽ നിന്നും ഉയർന്നു വരുന്ന സന്ദേശങ്ങളുമെല്ലാം നോക്കുമ്പോൾ 100% അതിനുവേണ്ടി പാകപ്പെട്ട് നിൽക്കുകയാണ്. എന്തായാലും വലിയ സന്തോഷം. പരസ്പര ധാരണയോടുകൂടി കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാ വിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ റമദാൻ്റെ ഒരു ഘട്ടത്തിലും കൂടി സാധിക്കണം എന്ന ഒരു സന്ദേശം കൂടി ആയിരിക്കും എനിക്ക് തോന്നുന്നു മക്ക സമ്മേളനമൊക്കെ ബാക്കി നടത്തുന്നില്ല. ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിലെ വലിയൊരു സമാധാനത്തിൻ്റെ സന്ദേശമായി അത് നിലകൊള്ളും എന്നതിനെ നമുക്ക് മനസ്സിലാക്കാം. ക്യാമറ പേഴ്സൺ യാസർ അറഫാത്തിനൊപ്പം MC നസർ, മീഡിയ 1, ദുബൈ.